ബിഗ് ബോസ് റിയാലിറ്റി ഷോ താരമായിട്ടുള്ള അഖിൽ മാരാർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി പിണറായി സർക്കാർ കേസെടുത്തിരിക്കുന്നു എന്ന സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ എന്തിനാണ് അഖിൽ മാരാർക്കെതിരെ കേസെടുത്തത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അഖിൽ മാരാർ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചു എന്നാണ് പല മാധ്യമ പ്രവർത്തകരും പറയുന്നതെങ്കിലും സംഭവം അങ്ങനെയല്ല. അഖിൽ മാരാർ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ ഇന്ത്യ ബലൂചിസ്ഥാൻ സൈന്യത്തിന് ആയുധം കൊടുക്കുന്നുണ്ടെന്നും അങ്ങനെ ബലൂചിസ്ഥാൻ സൈന്യത്തെ അവിടെ വളർത്തി പാകിസ്ഥാനെ ആക്രമിപ്പിക്കുകയാണ് എന്നും അഖിൽ മാരാർ പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇത് ഇന്ത്യ സമ്മതിച്ചിട്ടില്ല. ഈ ക്ലെയിം ഇന്ത്യ ഒരിടത്തും ഉന്നയിക്കുന്നില്ല. ഇത് പാകിസ്ഥാനാണ് ഉന്നയിക്കുന്നത്. അതായത് പാകിസ്ഥാനാണ് പറയുന്നത് ബലൂചിസ്ഥാനികൾ, ബലൂചിസ്ഥാനിലെ വിഘടനവാദികൾ അല്ലെങ്കിൽ ബലൂച്ച് തീവ്രവാദികൾ എന്നാണ് പാകിസ്ഥാനികൾ ഈ ബലൂചിസ്ഥാനിലെ BLA അഥവാ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ വിളിക്കുന്നത്. ഇവരെ വളർത്തുന്നത് ഇന്ത്യയാണ് ഗ്ലോബൽ ടെററിസത്തിൻ്റെ വക്താവ് എന്നാണ് പാകിസ്ഥാൻ പല ഫോറത്തിലും പറയുന്നത്. അതേസമയം ഇന്ത്യ ഇവർക്ക് ആയുധങ്ങൾ കൊടുക്കുന്നു എന്നുള്ള പാകിസ്ഥാന്റെ ആരോപണം ഇന്ത്യ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട്. ഈ ആരോപണം, ഇന്ത്യ തള്ളിക്കളഞ്ഞ ആരോപണം BLA അഥവാ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഒരു പത്രക്കുറിപ്പിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആരുടെയും പണയവസ്തുവല്ല, ഞങ്ങൾക്കാരും യാതൊരുവിധ സൗകര്യവും ചെയ്തു തരുന്നില്ല എന്ന് കൃത്യമായി BLAയും പറഞ്ഞിട്ടുണ്ട്. അതായത് രണ്ടു ഭാഗത്തും കൃത്യമാണ്, വ്യക്തമാണ്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത്. ഇനി രഹസ്യാത്മകമായി ഇവർ ഇടപാട് നടത്തുന്നു എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം. ആ ആരോപണത്തിന് ഇന്ത്യ ശക്തമായ രീതിയിൽ മറുപടി കൊടുത്തിട്ടുമുണ്ട്. അതായത് ഇന്ത്യ ഗ്ലോബൽ ടെററിസത്തിന്റെ വക്താവാണ് എന്ന് പാകിസ്ഥാൻ പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തീവ്രവാദം കാണിക്കുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ വളർത്തുകയാണ് എന്നാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ പറയുന്നത്. അത് ഇന്ത്യ അംഗീകരിക്കുന്നില്ല. ഈ ഒരു പ്രസ്താവനയാണ് അഖിൽ മാരാർക്ക് കുരുക്കായി മാറിയത്. പ്രധാനമായും അഖിൽ മാരാർ ആ വീഡിയോ മുക്കി, അതിനുശേഷം പിന്നീട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. പിന്നീട് ആ വീഡിയോയെക്കുറിച്ച് യാതൊരുവിധ അറിവുമില്ല. അതിനുശേഷം അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. എന്തായാലും ഞങ്ങൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിന് ഈ വിഷയത്തിൽ, അതായത് നാഷണൽ ഇന്റർനാഷണൽ വാർത്തകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ ഈ വിഷയത്തിൽ ഞങ്ങളുടേതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള സ്റ്റാൻഡുണ്ട്. അഖിൽ മാരാരുടെ അവസാനം വന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇതാണ്: ഭാരത സൈന്യം പാകിസ്ഥാനെ ഇല്ലാതാക്കുമെന്നും ഇന്ത്യ ഒരു സൂപ്പർ പവറായി ലോകത്തിൽ മാറാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, I told India and Pakistan that if we stop the war, we will do not trade a lot of trade with you. If you don't, we will not trade. All of a sudden they stopped എന്നാണ് കൃത്യമായി ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതായി അഖിൽ മാരാർ പറയുന്നത്. അഖിൽ മാരാറുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. പക്ഷേ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച്, അതായത് എന്തുകൊണ്ടാണ് ഈ യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു തിരിച്ചടി, യുദ്ധം എന്ന് ഞാൻ പറയാൻ പറ്റില്ല, ഈ തിരിച്ചടി പെട്ടെന്നുണ്ടായത് എന്ന ചോദ്യത്തിന് ഇന്ത്യ പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻസിൽ കൈവച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇന്ത്യ ഒരിക്കലും ഇത് ക്ലെയിം ചെയ്യില്ല, അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് ഇന്ത്യ പറയുന്നത്. പക്ഷേ പല മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പല ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ എയർ മാർഷലായിട്ടുള്ള AK ഭാരതിയോട് ഇത് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു കള്ളപ്പുഞ്ചിരിയോടുകൂടി പറഞ്ഞത് ഇല്ല, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് നന്ദി പറഞ്ഞ് അദ്ദേഹം പറഞ്ഞത്, യഥാർത്ഥത്തിൽ എനിക്ക് നിങ്ങളോട് നന്ദിയുണ്ട്, കാരണം അവിടെ അങ്ങനെ ഒരു ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞല്ലോ എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈജിപ്തിലെ വിമാനങ്ങൾ ഇവിടെ പറന്നിറങ്ങുന്നുണ്ട്, അതായത് പാകിസ്ഥാനിൽ പറന്നിറങ്ങുന്നുണ്ട്. അമേരിക്കയുടെ ന്യൂക്ലിയർ സേഫ്റ്റി വിമാനങ്ങൾ പാകിസ്ഥാനിൽ പറന്നിറങ്ങുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പല മാധ്യമങ്ങളിലൂടെയും പുറത്തു വരുന്നത് നമുക്കറിയാം. അതുകൊണ്ട് അതായിരിക്കാം, ന്യൂക്ലിയർ ഇൻസ്റ്റലേഷനിൽ കൈവച്ചതായിരിക്കാം പാകിസ്ഥാനെ കിടുകിട വിറപ്പിച്ചത് എന്നുള്ളത് നമുക്ക് അനുമാനിക്കാനായി സാധിക്കും. എന്തായാലും ഡൊണാൾഡ് ട്രംപിൻ്റെ വിരട്ടാണെങ്കിൽ, ഡൊണാൾഡ് ട്രംപ് നേരത്തെയും ഇന്ത്യയെ വിരട്ടിയിട്ടുണ്ട്. അതായത് റഷ്യയുടെ കയ്യിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങിക്കാൻ തുനിഞ്ഞപ്പോൾ വിരട്ടിയിട്ടുണ്ട്, റഷ്യയുടെ കയ്യിൽ നിന്നും S-400 വാങ്ങിക്കാൻ തുനിഞ്ഞപ്പോൾ വിരട്ടിയിട്ടുണ്ട്, വേറെ പല കാര്യങ്ങളിലും ഇന്ത്യയെ വിരട്ടിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയുടെ വിരട്ട്, ഡൊണാൾഡ് ട്രംപിന് അങ്ങോട്ട് കൊടുത്ത വിരട്ട് ഡൊണാൾഡ് ട്രംപ് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതായത് നരേന്ദ്രമോദി ഈസ് എ ബിഗ്ഗസ്റ്റ് നെഗോഷിയേറ്റർ എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പല സാഹചര്യങ്ങളും ഇത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധത്തിൽ നരേന്ദ്രമോദിയാണ് ഏറ്റവും വലിയ നെഗോഷിയേറ്റർ എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ കച്ചവടക്കാരൻ ഞാനാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുമ്പോഴും മോദിയുടെ മുമ്പിൽ ഡൊണാൾഡ് ട്രംപ് ഞാനല്ല, അത് മോദിയാണെന്ന് പറയുന്ന പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്ത് തന്നെയായിരുന്നാലും ഇനി അഖിൽ മാരാരുടെ പോസ്റ്റ് പോകുന്നത് ഇങ്ങനെയാണ്: സദാസമയവും മൈ ഫ്രണ്ട് എന്ന് പൊക്കിക്കൊണ്ട് നടന്ന ട്രംപിൻ്റെ താല്പര്യങ്ങൾക്ക് മോദി വഴങ്ങിയോ എന്ന സംശയമാണ് മോദിയെയും അമേരിക്കയും കൃത്യമായി മറുപടി നൽകിയ ഇന്ദിരാഗാന്ധിയെയും താരതമ്യം ചെയ്ത് ഞാൻ എഴുതിയത് എന്ന് പറയുന്നു. എന്തായാലും മോദിയെയും അമേരിക്കയെയും ഇന്ദിരാഗാന്ധിയെയും താരതമ്യം ചെയ്ത അഖിൽ മാരാർ എഴുതിയ പോസ്റ്റും വിവാദമായിരുന്നു. ഇതേ തുടർന്ന് 1971 ഇന്ദിരാഗാന്ധിയുടെ യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധി ചെയ്ത
പല കാര്യങ്ങളും ഇപ്പോഴത്തെ ജനറേഷൻ അറിയാനായി അവർക്ക് സാധിച്ചു, പല കാര്യങ്ങളും അവർ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ നിമിഷം വരെയും ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം പരിഹരിച്ചത് അമേരിക്കയാണെന്ന ട്രംപിൻ്റെ പ്രസ്താവനയ്ക്ക് കുറിക്കുകൊള്ളുന്ന മറുപടി നൽകി രാജ്യത്തിൻ്റെ അഭിമാനം ലോകത്തിന് മുമ്പിൽ ഉയർത്തിപ്പിടിക്കാൻ മോദിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് അഖിൽ മാരാർ പറയുന്നു. ഇത് നുണയാണ്. കൃത്യമായി നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി ജയ്സ്വാൾ ട്രംപിൻ്റെ പേരെടുത്ത് പറഞ്ഞ് അമേരിക്കയുടെ പേരെടുത്ത് പറഞ്ഞ് തന്നെ അമേരിക്കയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ കണ്ടതാണ്. പോരാത്തതിന് അദ്ദേഹം POK തിരിച്ചു തരുന്നതിലല്ലാതെ ഇനി യാതൊരുവിധ സംസാരവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അഖിൽ മാരാരുടെ പോസ്റ്റ് പറയുന്നത് മൂന്നാം കക്ഷി ഇല്ല എന്ന ഫോറിൻ പോളിസി പറഞ്ഞു പോകുകയാണ് ചെയ്തത്, ചില മാധ്യമങ്ങൾ പ്രമുഖർ എന്ന് വാർത്ത കൊടുക്കും പോലെ എന്നുള്ളതാണ്. ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയുടെ പേരോ മറ്റോ പറഞ്ഞിട്ടില്ല. നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് പറയുമ്പോൾ, അതായത് രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ മൂന്നാം കക്ഷി ഇല്ല എന്ന് പറയുക മാത്രമാണ് രാജ്യത്തിൻ്റെ മര്യാദ, അതാണ് നിയമം. അല്ലാതെ ഡൊണാൾഡ് ട്രംപിൻ്റെ പേരെടുത്ത് പറയാനോ ഡൊണാൾഡ് ട്രംപിന് നരേന്ദ്രമോദിയുടെ പേരെടുത്ത് പറയാനോ ഞങ്ങൾ അടിച്ചു ഇടിച്ചു വെടിവെച്ചു നരേന്ദ്രമോദി ടെററിസ്റ്റുകളുടെ നെഞ്ചിൽ ചവിട്ടി നിന്നു എന്നൊന്നും പറയാനോ ഇത് യഥാർത്ഥത്തിൽ അമ്പലപ്പറമ്പിലെ ഒരു യുദ്ധമല്ല, അല്ലെങ്കിൽ അമ്പലപ്പറമ്പിലെ ഒരു അടിയല്ല എന്നുള്ളതാണ്. ഇത് കൃത്യമായിട്ടുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപാടാണ്. അവിടെ ഫോറിൻ പോളിസി മൂന്നാമതൊരു കക്ഷി ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് അതിൽ ഇടപെട്ടിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അവിടെ വ്യക്തമാണ് കാര്യങ്ങൾ എന്ന് അഖിൽ മാരാർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ട്രംപും ഇടപെട്ടിട്ടില്ല എന്ന് മോദി പറയാത്ത കാലത്തോളം ലോകം ഇത് അമേരിക്കയുടെ നയതന്ത്ര വിജയമായി കണക്കാക്കുമെന്ന് പറയുന്നു. മോദി പറയാത്തടത്തോളം കാലം എന്ന് പറയുമ്പോൾ മോദി ഇത് പറഞ്ഞു കഴിഞ്ഞു, അതായത് ഫോറിൻ പോളിസി ഇല്ല എന്ന് പറഞ്ഞു. മോദിക്ക് പുറമെ വിദേശകാര്യ സെക്രട്ടറി വന്ന് ട്രംപിൻ്റെ പേരെടുത്തും പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് വേറൊരു കാര്യം. എന്നിട്ടും അഖിൽ മാരാർ ഇത് അംഗീകരിക്കാനായി തയ്യാറാകുന്നില്ല. ഇരയാക്കപ്പെട്ട രാജ്യത്തിനും വേട്ടക്കാരനും തുല്യനീതിയോ എന്ത് ധാരണയുടെ പുറത്താണ് നമ്മൾ പിന്മാറിയത്? ഇതൊന്നും ഈ രാജ്യത്തെ പൗരന്മാരെയോ ലോകത്തെയോ അറിയിക്കാനുള്ള ബാധ്യത പ്രധാനമന്ത്രിക്കില്ലേ എന്നാണ് അഖിൽ മാരാർ ചോദിക്കുന്നത്. രാജ്യത്തെ പൗരന്മാരെയും ഈ രാജ്യത്തെ ജനങ്ങളെയും കൃത്യമായി പ്രധാനമന്ത്രി രാജ്യത്തിലൂടെ അഭിസംബോധന ചെയ്തിട്ടുണ്ട്, കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. വളരെ ഗംഭീരമായി നരേന്ദ്രമോദി ഈ തിരിച്ചടി കൈകാര്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ അവരുടെ, അതായത് പാകിസ്ഥാൻ്റെ ഒരു മിസൈൽ പോലും നമ്മുടെ നെഞ്ചിലേക്ക് വന്ന് വീണില്ല. അതെല്ലാം നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാൻ എന്ത് കാഷ്വാലിറ്റിയാണ് ഇതിൽ ഉണ്ടായത് എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടതാണ്. നരേന്ദ്രമോദി ജനങ്ങൾക്ക് മുമ്പിൽ വന്ന് വെറുതെ വായ്ത്താളമടിക്കാതെ നരേന്ദ്രമോദി 24 മണിക്കൂറും സൈന്യത്തോടൊപ്പം പല യോഗങ്ങൾ ചേർന്ന് പല മീറ്റിങ്ങുകൾ കൂടി, നേവി ആയിരുന്നാലും എയർഫോഴ്സ് ആയിരുന്നാലും ആർമി ആയിരുന്നാലും അവർക്ക് ഫ്രീ ഹാൻഡ് കൊടുത്ത്, അവർക്ക് വേണ്ട ആത്മധൈര്യം കൊടുത്ത് അവർക്ക് പിറകിലുണ്ടായിരുന്നു. അതിനുശേഷം നരേന്ദ്രമോദി ക്രെഡിറ്റ് മുഴുവൻ അവർക്ക് കൊടുത്ത് അവരെക്കൊണ്ട് വാർത്താ സമ്മേളനം 2-3 വട്ടം നടത്തിയ ശേഷമാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്യാനായിട്ട് എത്തിയത്. അല്ലാതെ നരേന്ദ്രമോദി ഇതെല്ലാം ചെയ്തത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം പ്രത്യക്ഷപ്പെടുകയല്ല ചെയ്തത്. ആദ്യം പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഈ ആൾക്കാർ പറയും നരേന്ദ്രമോദി ഇതാ ക്രെഡിറ്റ് അടിക്കാൻ വന്നു, സൈന്യത്തിനല്ലേ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. അവസാനം വന്നു കഴിഞ്ഞാൽ ഇവർ പറയും നരേന്ദ്രമോദിയെ കാണാനില്ല, സൈന്യത്തെയാണോ വിടുന്നത്, അവസാനം വരുന്നു. ഇത് വല്ലാത്തൊരു തരം രോഗമാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരുവിധ നിവർത്തിയുമില്ല. അതായത് വീണിടത്ത് കിടന്ന് ഉരുളുക എന്നുള്ളതാണ് ഇതിനെ നമ്മൾ പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും അഭിമാനകരമായിട്ടുള്ള നേട്ടമെന്ന BJP പ്രചരണത്തോട് യോജിക്കാൻ എനിക്ക് കഴിയില്ല എന്നും അഖിൽ മാരാർ പറയുന്നു. എന്ത് തന്നെയായിരുന്നാലും അഖിൽ മാരാർ വേറൊരു കാര്യം പറയുന്നത്, ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന ഞാൻ നടത്തിയത് ശരിയായില്ല എന്ന എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ലൈവ് ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്നു. എന്നാൽ എൻ്റെ പ്രൊഫൈലിൽ ആദ്യം വന്ന ഫീഡ് സ്റ്റോറി ആയതുകൊണ്ട് ഡിലീറ്റ് ആയത് സ്റ്റോറി ആയിരുന്നു. പിറ്റേ ദിവസം പ്രൊഫൈലിൽ ഈ വീഡിയോ കണ്ടപ്പോൾ ഞാനത് ഒഴിവാക്കിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇന്നലെ വരെ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തും, POK തിരിച്ചു പിടിക്കുമെന്നൊക്കെ മറ്റുള്ളവരെ വെല്ലുവിളിച്ച് നടന്ന BJPക്ക് അവരുടെ തലയ്ക്ക് കിട്ടിയ അടിയായി മാറി അമേരിക്കയുടെ വാക്ക് കേട്ട് തീരുമാനമെടുത്ത മോദിയുടെ നിലപാട് എന്ന വീണ്ടും ഒരു നുണയാണ് പറയുന്നത്. അതായത് POK തിരിച്ചു പിടിക്കുമെന്ന് BJPക്കാർ പറഞ്ഞിട്ടുണ്ട്, അത് കൃത്യമാണ്. BJPക്കാർ എപ്പോഴും വീമ്പിളക്കുന്നുണ്ട്, അത് കൃത്യമാണ്. എന്നാൽ POKയ്ക്ക് വേണ്ടി ആയിരുന്നില്ല നമ്മളിപ്പോൾ തിരിച്ചടിക്കാൻ പോയത് എന്നുള്ളതാണ്. POK ഇന്ത്യയിലേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതായത് കൃത്യമായി നാഷണൽ ഇൻ്റർനാഷണൽ വാർത്തകൾ ഫോളോ ചെയ്യുന്ന ഒരു മാധ്യമം എന്ന നിലയിൽ POK പിടിക്കാനുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾ അവിടെ തന്നെയുണ്ട്. ഇന്ത്യ അത് കൃത്യമായി ഒരു തുള്ളി രക്തം പോലും ചിന്താതെ നയതന്ത്രപരമായി POK ഇങ്ങോട്ടേക്ക് എടുക്കും എന്നുള്ളതാണ് നമുക്കിപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കൃത്യമായി വരും. നരേന്ദ്രമോദി ഭരിക്കാൻ തുടങ്ങിയിട്ട് 10 കൊല്ലം കഴിഞ്ഞതേ ഉള്ളൂ. ഇനിയും നരേന്ദ്രമോദിക്ക് ഭരിക്കാൻ ധാരാളം സമയമുണ്ട്. അതുകൊണ്ട് കൃത്യമായി POK ഇന്ത്യയിലേക്ക് വരും എന്ന് തന്നെയാണ്. അതുകൊണ്ട് ആ പോയിന്റ് എടുത്തിട്ട് ഇതിനെ ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം POK വേറൊരു വിഷയമാണ്. അതിനെ ഇതിലേക്ക് വലിച്ചഴിച്ച് സ്വന്തം തെറ്റ് ന്യായീകരിക്കേണ്ട കാര്യമില്ല. എന്തായാലും POK തിരിച്ചു പിടിക്കുമെന്ന മുൻ നിലപാടിൽ നിന്ന് BJP പിന്നോട്ട് പോയോ എന്ന സംശയം ഇവർക്കുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി മോദിയേക്കാൾ പവർഫുൾ ആയിരുന്നു എന്ന എൻ്റെ വാക്കുകൾ അവരെ ഭ്രാന്ത് പിടിപ്പിച്ചു എന്നാണ് അഖിൽ മാരാർ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ധാരാളം കാര്യങ്ങൾ ഇന്ത്യയെക്കുറിച്ച് പറയേണ്ടി വരും എന്നുള്ളതാണ്. അത് ചിലപ്പോൾ തികയില്ല. അതായത് 93,000 പാകിസ്ഥാൻ പട്ടാളക്കാരെ ഇന്ദിരാഗാന്ധി
ഇന്ദിരാഗാന്ധി വെറുതെ തിരിച്ചു കൊടുത്തു. അങ്ങനെ വെറുതെ പാകിസ്ഥാന് തിരിച്ചു കൊടുക്കാനല്ലെങ്കിൽ എന്തിനാണ് ആ യുദ്ധം ചെയ്തത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഷിംല കരാർ ഒപ്പിട്ട് ഇന്ദിരാഗാന്ധി രാജ്യത്തെ നാണം കെടുത്തി. 93,000 പട്ടാളക്കാരെ തിരിച്ചു കൊടുത്തപ്പോൾ ആ പാക് അധീന കശ്മീർ ഞങ്ങൾക്ക് തിരിച്ചു തന്നാലേ ഞങ്ങൾ ഈ 93,000 പട്ടാളക്കാരെ തിരിച്ചു തരൂ എന്ന് ആ സമയത്തെ പാക് പ്രധാനമന്ത്രിയോട് പറഞ്ഞിരുന്നെങ്കിൽ ആ സമയത്ത് പുഷ്പം പോലെ POK നമുക്ക് ലഭിച്ചേനെ. അത് ഇന്ദിരാഗാന്ധി ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? അതൊന്നും ഇവിടെ ആരും ചോദിച്ചിട്ടില്ല. അതാരും അഖിൽ മാരാറും ചിലപ്പോൾ അത് ചോദിക്കാനായി തയ്യാറാകില്ല എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ആ സമയത്ത് തോറ്റ് തുന്നമ്പാടി നിൽക്കുന്ന പാകിസ്ഥാൻ ഇന്ദിരാഗാന്ധിയെ ഭീഷണിപ്പെടുത്തുന്നുമുണ്ട്. അത് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാകാത്തതാണോ എന്ന് എനിക്കറിയാത്തത് കൊണ്ടാണ്. എന്തായാലും ഈസ്റ്റ് പാകിസ്ഥാൻ സർക്കാരിൻ്റെ മുൻ സെക്രട്ടറി മുസാഫർ ഹുസൈൻ്റെ ഭാര്യ ലൈല പാകിസ്ഥാനുമായി സംസാരിക്കുന്നുണ്ട്. പാകിസ്ഥാനുമായി ആ സമയത്ത് സംസാരിക്കുമ്പോൾ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ആ സമയത്ത് ലൈലയോട് പറയുന്നത്, നിനക്ക് എന്താണ് വേണ്ടത് എന്ന് എനിക്കറിയാം, ഇന്ദിരാഗാന്ധിയിൽ നിന്നൊരു സന്ദേശവുമായി വന്നതാണെന്ന് എനിക്ക് മനസ്സിലാവും. ഓഫീസിൽ ചെന്ന് ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ മുജീബുർ റഹ്മാനെ ബോധിപ്പിക്കാൻ പകരം എന്താണ് വേണ്ടതെന്ന് ഞാൻ പറയും എന്നാണ് ആ സമയത്ത് പാകിസ്ഥാൻ പറയുന്നത്. ഈ മുജീബുർ റഹ്മാൻ എന്ന് പറയുന്ന ബംഗ്ലാദേശിൻ്റെ, അതായത് ഇപ്പോൾ കിഴക്കൻ പാകിസ്ഥാനാണ്, ആ പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവായി അവർ കണക്കാക്കപ്പെടുന്ന മുജീബുർ റഹ്മാനെ മോചിപ്പിക്കാനാണ് ഇന്ത്യ ഇത്രയധികം കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്തത്. അങ്ങനെ ഇന്ത്യ ഇത്രയധികം കഷ്ടപ്പെട്ട് യുദ്ധം ചെയ്തപ്പോൾ മുജീബുർ റഹ്മാനെ മോചിപ്പിക്കുക മാത്രമല്ല പാകിസ്ഥാൻ ചെയ്തത്, പാകിസ്ഥാൻ മുജീബുർ റഹ്മാനെ അതിനുശേഷം കൊന്നുകളയുകയും ചെയ്തു. അവിടെയും ഇന്ദിരാഗാന്ധിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ ഈ 1971 യുദ്ധം തുടങ്ങിയത് ഇന്ത്യയിലെ 11 എയർബേസുകൾ പാകിസ്ഥാൻ തകർത്ത് തരിപ്പണമാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ദിരാഗാന്ധി നിർബന്ധിതയാകുകയായിരുന്നു യുദ്ധത്തിലേക്ക് ഇറക്കാൻ എന്നുള്ളതും വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പോരാത്തതിന് അന്ന് നമ്മുടെ കാണാതായ 71 പട്ടാളക്കാരുണ്ട്. ആ പട്ടാളക്കാർ ഇവിടെ പോയി. ആ 71 മുതൽ 100 പട്ടാളക്കാർ അന്ന് നമ്മളത് കാണാതായി. നമ്മൾ ആലോചിക്കണം, അത് പാകിസ്ഥാൻ്റെ തടങ്കലിലാണ് ആ പട്ടാളക്കാർ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പിന്നീട് വന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ നരേന്ദ്രമോദിയെ നോക്കി നിലവിളിക്കുന്നവർ ഒരു BSF ജവാൻ കാല് തെറ്റി അപ്പുറത്തേക്ക് പോയപ്പോൾ, അതായത് അതിർത്തി മാറി അപ്പുറത്തേക്ക് പോയപ്പോൾ ആ BSF ജവാനെ കൊണ്ടുവരാത്തത് എന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഈ BSF ജവാനെ കൊണ്ടുവരാത്തത് എന്തുകൊണ്ടാണ് മോദി എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർക്ക് മുമ്പിൽ ഇന്ന് ആ BSF ജവാൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഈ BSF ജവാൻ ഇന്ന് തിരിച്ചു വരുമ്പോൾ എനിക്ക് പ്രധാനമായും ഓർമ്മ വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് 2013 പാകിസ്ഥാൻ്റെ ഒരു നിലപാടാണ്. 2013 നമുക്ക് എല്ലാവർക്കും അറിയാം, അന്ന് പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയിലേക്ക് കയറി, LOC അവർ ക്രോസ് ചെയ്ത് ഇന്ത്യയിലേക്ക് കയറി. രജ്പുസാന റൈഫിൾസിൻ്റെ ഏരിയ ആധിപത്യ പെട്രോളിംഗിൽ ഉൾപ്പെട്ട ലാൻസ് നായിക്കുമാരായിട്ടുള്ള ഹേംരാജിനെയും സുധാകർ സിംഗിനെയും അവർ കൊലപ്പെടുത്തി. അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. ഇതിൽ ഒരാളുടെ മൃതദേഹം ഗുരുതരമായി വികൃതമായിരുന്നു, വേറൊരാൾക്ക് തലയില്ലായിരുന്നു. ആ തല എവിടെയെന്ന് ചോദിച്ചപ്പോൾ അത് ഞങ്ങൾ വെട്ടി പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. ആ കാലഘട്ടത്തിൽ നിന്നും ഈ കാലഘട്ടത്തിലേക്ക്, അതായത് ഇന്നൊരു സൈനികൻ പാകിസ്ഥാനിലേക്ക് കാലി തെറ്റിപ്പോയാൽ പോലും പാകിസ്ഥാൻ വിറയ്ക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞു. ഇന്ത്യയും നരേന്ദ്രമോദിയുമായി ഒരു കമ്പാരിസൺ പോലും ഇല്ല എന്ന് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കണം. കാരണം ഇന്ദിരാഗാന്ധിയുടെ നിലപാടുകളും നയങ്ങളും എല്ലാം തെറ്റായിരുന്നു. ഇന്ദിരാഗാന്ധി ആ യുദ്ധത്തിന് ശേഷം തോൽക്കുകയും ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയുമാണ് ചെയ്തത്. ഇതൊക്കെ എത്ര തവണ പറഞ്ഞു തന്നാലാണ് മനസ്സിലാവുക എന്ന് നമുക്ക് പറയാനായി സാധിക്കില്ല. എങ്കിലും അന്നത്തെ യുദ്ധത്തിൻ്റെ പുറത്ത് ഇന്ദിരാഗാന്ധിയെ നമ്മൾ ബഹുമാനിക്കുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇതൊന്നും ഇവർ അംഗീകരിക്കാൻ തയ്യാറാകില്ല. ഈ ചരിത്രമൊന്നും ഇവർ അറിഞ്ഞുകൂടാത്തതല്ല, പക്ഷേ നിലനിൽപ്പിൻ്റെ പ്രശ്നമായിരിക്കാം എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും അഖിൽ മാരാറുടെ ഇന്ദിരാഗാന്ധി സ്നേഹം, ഇന്ദിരാഗാന്ധി ചെയ്ത കാര്യങ്ങളൊക്കെ ഇത്തരത്തിലാണ്. 93,000 പട്ടാളക്കാരെ വിട്ടുകൊടുത്ത്, പോരാത്തതിന് 195 ഉദ്യോഗസ്ഥരെ യുദ്ധ കുറ്റവാളികളായി ശിക്ഷിക്കണം എന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞു. ഒരു എഗ്രിമെൻറ്റ് പോലും എഴുതി വാങ്ങിച്ചില്ല. വാക്കാൽ പറഞ്ഞു അവർ ശിക്ഷിച്ചോളാമെന്ന് പറഞ്ഞു. ഇന്ദിരാഗാന്ധി അത് വിശ്വസിച്ച് തിരിച്ചു വരികയാണ് ചെയ്തത്. പിന്നെ അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്നുള്ളതാണ് വേറൊരു മണ്ടത്തരം ഇന്ദിരാഗാന്ധി കാണിച്ചത്. കറാച്ചി വരെ നമ്മൾ പോയി പിടിച്ചതാണ്. ആ സ്ഥലമെല്ലാം വെറുതെ ഇന്ദിരാഗാന്ധി വിട്ടുകൊടുത്തു എന്നുള്ളതും പിന്നെ എന്തിനാണ് യുദ്ധം ചെയ്തത് എന്നുള്ളൊരു ചോദ്യം കൂടെയുണ്ട്. ഇവിടെ ഒരു യുദ്ധം പോലുമല്ല, ഒരു തിരിച്ചടിയാണ്, ഒരു ഗംഭീര തിരിച്ചടിയാണ് നരേന്ദ്രമോദി കൊടുത്തത്. പാകിസ്ഥാൻ്റെ 20% മിലിറ്ററി ഡിഫൻസ് സിസ്റ്റം തകരാറിലായിപ്പോയി എന്നുള്ള റിപ്പോർട്ടുകൾ വരെ പുറത്തു വരുന്നുണ്ട്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള പൊള്ളയായിട്ടുള്ള കുറിപ്പുകളെല്ലാം പുറത്തു വരുന്നത് അഖിൽ മാരാറിൻ്റെ എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.